ഹലോ ഫ്രണ്ട്സ്, ഇന്ന് അതിരാവിലെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഈ വാർത്ത വന്നിരിക്കുകയാണ്. നിങ്ങൾ ഭൂരിഭാഗം പേര് ശ്രദ്ധിച്ചാണ്. ഇന്നലെ രാത്രി തന്നെ ഭൂരിഭാഗം ടെലിഗ്രാം ഗ്രൂപ്പുകളിലും അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇത് വലിയ വാർത്തയായിരുന്നു. മറ്റൊന്നുമല്ല, എന്താണ് ഇനി പ്രിലിംസ് ഇല്ല, പ്രാഥമിക പരീക്ഷയില്ല. ഓക്കെ, അങ്ങനെ എല്ലാവരും വലിയ ആഘോഷത്തിലും ഒക്കെയാണ്. കാരണം വേറൊന്നുണ്ടല്ല, കഴിഞ്ഞ 3 വർഷമായിട്ട് ആളുകളിലെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥപ്പെടുന്ന ഒരു കാര്യമാണ് പ്രിലിംസ്. LGS പോലും പ്രിലിംസ് നടത്തേണ്ട ഒരു കാര്യമില്ല. അതായത് 7th ക്ലാസ് ലെവൽ യോഗ്യതയുള്ള ഒരു പരീക്ഷകൾ മാത്രമാണ് LGS. അതിനുവേണ്ടി പോലും പ്രിലിംസ്, മെയിൻസ് എന്ന് പറഞ്ഞ് ഓരോ സമയം നീട്ടിക്കൊണ്ട് പോവാണ്. പലപ്പോഴും ഉദ്യോഗാർത്ഥികൾ നഷ്ടപ്പെടുന്ന സമയത്തെക്കുറിച്ച് യാതൊരു ധാരണയില്ലാതെയാണ് PSC നടപ്പാക്കിയത്. പക്ഷെ എന്തായാലും ഇനി നമുക്ക് പ്രാഥമിക പരീക്ഷയില്ല. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കമൻറ്റ് ചെയ്തൊരു കാര്യം PSCയുടെ തുഗ്ലക് പരിഷ്കാരം അത് ഇല്ലാതായി എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് തുഗ്ലക് പരിഷ്കാരം എന്നുള്ളൊരു കാര്യം നിങ്ങൾ അറിയണം. തുഗ്ലക് അല്ലെങ്കിൽ മുഹമ്മദ് ബിൻ തുഗ്ലക് ഡൽഹി സുൽത്താനേറ്റിന്റെ സമയത്ത് ഭരിച്ചിരുന്ന ഒരു ചക്രവർത്തിയാണ് തുഗ്ലക്. മുഹമ്മദ് ബിൻ തുഗ്ലക് ഡൈനാസിറ്റിയുടെ സ്ഥാപകനാണ്. അദ്ദേഹം 3 പരിഷ്കാരങ്ങളാണ് നടത്തിയത്. 3 പരിഷ്കാരങ്ങൾ PSC നടപ്പാക്കിയ പോലെ തന്നെ 3 പരിഷ്കാരങ്ങൾ. ഈ 3 പരിഷ്കാരം പാളിപ്പോയി. അപ്പോൾ ഏതൊക്കെയായിരുന്നു ആ 3 പരിഷ്കാരങ്ങൾ? ഒന്ന്, ഡൽഹി ആയിരുന്നു ആസ്ഥാനം. ഡൽഹിയിൽ നിന്ന് ദൗലത്താബാദിലേക്ക്, അതായത് മഹാരാഷ്ട്രയിലെ ദേവഗിരി എന്നുള്ള സ്ഥലത്തേക്ക് അദ്ദേഹം ആസ്ഥാനം, ക്യാപിറ്റൽ മാറ്റി. ഡൽഹിയിൽ നിന്ന് ദൗലത്താബാദിലേക്ക് ആസ്ഥാനം മാറ്റി. അതാണ് ഒരു പരിഷ്കാരം അദ്ദേഹം ചെയ്തത്. രണ്ടാമത് അദ്ദേഹം ചെയ്തൊരു പരിഷ്കാരം ടോക്കൺ കറൻസി, അതായത് നാണയം ഇറക്കി, ആ നാണയം ഇറക്കി എന്നുള്ളതാണ്. അതിൻ്റെ കാര്യം ഞാൻ വിസ്തീർണം പറയാം. മൂന്നാമത് അദ്ദേഹം നടപ്പാക്കിയ ഒരു പരിഷ്കാരമാണ്, അല്ലെങ്കിൽ ഒരു നയമായിരുന്നു കറാച്ചിൽ യുദ്ധം. ഈ 3ഉം അമ്പേ പരാജയമായിരുന്നു. ഒന്നാമത്തെ കാര്യം, ദൗലത്താബാദിലേക്ക് ആസ്ഥാനം മാറ്റി. ദൗലത്താബാദിലേക്ക് ആസ്ഥാനം മാറ്റി എന്ന് പറഞ്ഞാൽ ഡൽഹിയിലുള്ള മുഴുവൻ ജനങ്ങളെയും ഓഫീസുകളെയും മുഴുവനായിട്ട് എടുത്തുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിലേക്ക് പോയി. ഇത് ഏതാണ്ട് മാസങ്ങൾ നീണ്ടുന്ന ഒരു യാത്രയായിരുന്നു. അതായത് ഡൽഹിയിൽ നിന്ന് ഉത്തർപ്രദേശൊക്കെ കഴിഞ്ഞ് മഹാരാഷ്ട്രയിൽ എത്തുന്ന ഒരു വലിയ നീണ്ട യാത്ര. ഡൽഹിയിലുള്ള മുഴുവൻ ആളുകളെയും സർക്കാർ ഓഫീസുകളെയും എല്ലാം പെറുക്കി കെട്ടിയാണ് ദൗലത്താബാദിലേക്ക് പോയത്. തീർച്ചയായിട്ടും ഒന്ന് അവിടെ ക്ലൈമറ്റിൽ വ്യത്യാസം ഉണ്ടായിരുന്നു, പല രോഗങ്ങളുണ്ടായിരുന്നു. പോയാൽ ഭൂരിഭാഗം ആളുകൾ നശിച്ചുപോയി. അവസാനം ദൗലത്താബാദ് ചെന്ന് കുറച്ചു കാലം ഭരിച്ചപ്പോഴത്തേക്കും ഡൽഹിയിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു. അതുകൊണ്ടായി മുഹമ്മദ് ബിൻ തുഗ്ലക് അതേപോലെ തന്നെ ദൗലത്താബാദിലേക്ക് പോയാൽ തന്നെ തിരിച്ചു വന്നു. അങ്ങനെ ഒന്നാമത്തെ പരിഷ്കാരം ഏതാണ്ട് അവസാനിച്ചു. രണ്ടാമത്തെ പരിഷ്കാരമായിരുന്നു ടോക്കൺ കറൻസി. ടോക്കൺ കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തുണ്ടായിരുന്ന ചെമ്പ് നാണയങ്ങൾ, അതുപോലെ ചെമ്പ് നാണയങ്ങളും കോപ്പർ നാണയങ്ങളും. ഈ ചെമ്പ് നാണയങ്ങളും കോപ്പർ നാണയങ്ങളും ഗോൾഡ് നാണയങ്ങൾക്ക് തുല്യമാണെന്ന് അദ്ദേഹം ഓർഡർ ഇറക്കി. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു ബ്രാസ് നാണയമുണ്ട്, അല്ലെങ്കിൽ ഒരു ചെമ്പിൻ്റെ നാണയമുണ്ട്, അത് ഗോൾഡ് നാണയങ്ങൾക്ക് തുല്യമായിരിക്കും എന്നൊരു ഓർഡർ അദ്ദേഹം ഇറക്കി. അതുവഴി എന്ത് സംഭവിച്ചു? നാട്ടുകാരെല്ലാം അവരുടെ വീടുകളിൽ തന്നെ ചെമ്പിൻ്റെ നാണയങ്ങൾ അടിച്ചിറക്കി. കുറേയധികം ചെമ്പ് നാണയങ്ങൾ മാർക്കറ്റിലേക്ക് വന്നു. അവസാനം ആ എക്കണോമി മുഴുവൻ കൊളാപ്സ് ചെയ്തു. ഈ പരിഷ്കാരം അദ്ദേഹത്തിന് പിൻവലിക്കേണ്ടി വന്നു. അദ്ദേഹത്തിന് ഏറ്റവും ഡിസാസ്ട്രസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ ഏറ്റവും നാശം നിറഞ്ഞ ഒരു പരിഷ്കാരം എന്ന് പറയുന്നത് കറാച്ചിൽ യുദ്ധമാണ്. കറാച്ചിൽ എന്ന് പറഞ്ഞത് ഹിമാചൽ പ്രദേശിലെ ഒരു കുളു മണാലി ആ ഒരു ഏരിയ, ആ ഒരു പ്രദേശത്തുള്ള ഒരു ചെറിയ രാജ്യമായിരുന്നു. ആ രാജ്യം അതായത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ഹിമാചൽ പ്രദേശിലുള്ള കറാച്ചിൽ രാജ്യം പിടിച്ചെടുക്കുന്നു. പിന്നീട് അവിടെ നിന്ന് ടിബറ്റിലേക്ക് ഒരു പര്യടനം നടത്താം എന്ന രീതിയിലാണ് അദ്ദേഹം കണക്കൂട്ടിയത്. എന്തായാലും ഈ ഒരു ഡൽഹി സുൽത്താനേറ്റിൻ്റെ ആ ഒരു സൈന്യത്തെ, തുഗ്ലക്കിൻ്റെ സൈന്യത്തെ അദ്ദേഹം വിടുന്നു, കറാച്ചിൽ പിടിക്കാൻ വേണ്ടി വിടുന്നു. തീർച്ചയായിട്ടും കറാച്ചിൽ പിടിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല. കാരണം അതൊരു കൊച്ചു രാജ്യമാണ്. ഇവിടെ ഡൽഹി സുൽത്താൻമാരുടെ സൈന്യമാണ് ചെല്ലുന്നത്. പിടിച്ചെടുത്തു. പക്ഷെ പിടിച്ചെടുത്ത് തിരിച്ചു വരുന്ന വഴിക്ക് വലിയ മഞ്ഞുവീഴ്ച ഉണ്ടായി. കനത്ത മഞ്ഞുവീഴ്ച മൂലം 1 ലക്ഷം സൈനികരാണ് ഇല്ലാതായിത്തീരുന്നത്. മഞ്ഞുവീഴ്ചയും ആ ഒരു വളരെ കുറഞ്ഞ ടെമ്പറേച്ചർ ജീവിക്കാൻ പറ്റാതെ 1 ലക്ഷത്തിലധികം സൈനികരില്ലാതായി. അതായത് തുഗ്ലക്കിൻ്റെ 3 പരിഷ്കാരങ്ങളും അമ്പേ പരാജയമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പിന്നീട് ഇങ്ങനെയുള്ള പരിഷ്കാരങ്ങൾ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? തുഗ്ലക് പരിഷ്കാരങ്ങൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതേപോലെ തന്നെ കേരള PSC നടത്തിയ ഒരു തുഗ്ലക് പരിഷ്കാരമായിരുന്നു, അല്ലെങ്കിൽ 2019 നടത്തിയ ഒരു തുഗ്ലക് പരിഷ്കാരമായിരുന്നു. 3 പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ കേരള PSC നടത്തി. അന്നത്തെ ചെയർമാനായിരുന്ന സക്കീർ ഹുസൈൻ സാറ് അവരുടെ ആളുകളുമാണ് നടത്തിയത്. ഒന്ന്, പരീക്ഷാ ഘടനയിൽ വന്ന വ്യത്യാസമാണ്. പരീക്ഷാ ഘടനയിൽ വന്ന വ്യത്യാസം എന്ന് പറയുമ്പോൾ നേരത്തെ ഒറ്റത്തവണയായിരുന്ന പരീക്ഷ ഇപ്പോൾ എന്തായി മാറി? പ്രിലിംസ്, മെയിൻസ് എന്നുള്ള രീതിയിലേക്ക് മാറി. ഓക്കെ, അതാണ് ആ ഒരു മാറ്റം. പക്ഷെ ആ ഒരു മാറ്റം എന്തായി? വിദ്യാർത്ഥികൾക്ക് പലപ്പോഴും വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചു.
പല സ്റ്റേജിലിരുന്നവർക്ക്, ചിലപ്പോൾ 5th സ്റ്റേജ്, കഴിഞ്ഞ പ്രാവശ്യം 5th സ്റ്റേജിലിരുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു, അവർ ക്ലിയർ ചെയ്യാൻ സാധിച്ചില്ല. ഫസ്റ്റ് സ്റ്റേജിൽ ലക്ക് ഉണ്ടെങ്കിൽ എളുപ്പമുള്ള ചോദ്യം കിട്ടും, കയറിപ്പോകാൻ പറ്റും. അങ്ങനെ ഒന്നാമത്തെ പരിഷ്കാരം തന്നെ പരാജയമായി മാറി. രണ്ടാമത്തെ അവർ നടത്തിയൊരു പരിഷ്കാരമാണ്, നേരത്തെ 1 വേർഡ് ചോദ്യങ്ങളായിരുന്നു, അത് എന്തിലേക്ക് മാറി? അത് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ചോദ്യങ്ങൾ, പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളിലേക്ക് മാറി. അതിൽ ഇതുവരെ വ്യത്യാസം വന്നിട്ടില്ല, പക്ഷേ കുറേ വിദ്യാർത്ഥികൾക്ക് അതുമായിട്ട് അഭിമുഖീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഇനി അതിൻ്റെ കാര്യം എന്താണെന്ന് നമുക്ക് കണ്ടറിയണം. മൂന്നാമത്തെ വന്ന വ്യത്യാസമാണ് സിലബസ് വന്ന വ്യത്യാസങ്ങൾ. നേരത്തെ ഹിസ്റ്ററി, ജോഗ്രഫി അങ്ങനെ പറഞ്ഞ് കുറച്ച് സിലബസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അതിലേക്ക് കേരള ഭരണ സംവിധാനങ്ങൾ, സുപ്രധാന നിയമങ്ങൾ, അങ്ങനെ പറഞ്ഞ് പുതിയ കുറേ കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സിലബസിന് വ്യത്യാസം വന്നു. ഈ 3 പരിഷ്കാരങ്ങൾ PSC നടത്തി. ഇനി അതിൽ ഏതൊക്കെ ഒന്ന് അമ്പയെ പരാജയപ്പെട്ടു, അതിൻ്റെ റിസൾട്ടാണ് നമ്മളിവിടെ കാണുന്നത്. ബാക്കിയുള്ളതിൻ്റെ റിസൾട്ട് വലിയ ഉടനെ തന്നെ അറിയുമായിരിക്കും. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ഈ നവംബർ 30-ന് LDCയുടെ നോട്ടിഫിക്കേഷൻ വരും. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ 1 മാസമാണ്, അതായത് നവംബർ 30 മുതൽ ഡിസംബർ 30 വരെ 1 മാസമാണ് സമയം ഉണ്ടാകുക അപ്ലൈ ചെയ്യാൻ. ഡിസംബർ 30-നുള്ളിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കണം. അപ്പോൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, സാർ എന്നാണ് ഇനി പരീക്ഷ ഉണ്ടാകുക? എനിക്കൊന്നേ പറയാനുള്ളൂ, അതായത് ഇത്രയേ ഉള്ളൂ. ഡിസംബർ 30-നാണ് ആപ്ലിക്കേഷൻ അവസാനിക്കുന്നെങ്കിൽ ഒരു 2 മാസത്തിനുള്ളിൽ കൺഫർമേഷൻ വരും. അതായത് ഫെബ്രുവരി മാസം 2024 ഫെബ്രുവരിയിൽ കൺഫർമേഷൻ വരും. അതിനുശേഷം 2 മാസം കഴിഞ്ഞ് എക്സാം നടക്കും. കാരണം കൺഫർമേഷൻ ശേഷം 2 മാസമാണ്. 2 മാസം കഴിഞ്ഞ് എക്സാം നടക്കുന്ന പറയുമ്പോൾ ഏപ്രിലിൽ എക്സാം ഉണ്ടാവും. ഓക്കെ, ഏപ്രിലിൽ എക്സാം ഉണ്ടാവും. ഏപ്രിൽ മെയ് മാസങ്ങളായിരിക്കും. കാരണം ചിലപ്പോൾ ഒറ്റ തവണയായിട്ടുണ്ടാവില്ല, പല ഘട്ടങ്ങളായിട്ട്. ഇത്രയും ലക്ഷ്യങ്ങൾ എഴുതാനുള്ളതാണ്, പല ഘട്ടങ്ങളായിട്ടുള്ള ഒരു പരീക്ഷയാണ് അത് വരാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും ഘട്ടങ്ങളായിട്ട് എഴുതുമ്പം അതിനും നോർമലൈസേഷൻ ഉണ്ടാകുമെന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഏപ്രിൽ മെയ്യിൽ പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനൽ റിസൾട്ട് വരിക ഒരു ജൂൺ ജൂലൈ മാസങ്ങളൊക്കെ വരാം, അല്ലെങ്കിൽ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ, 2 മാസം കഴിഞ്ഞ് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ. പിന്നീട് ആ റാങ്ക് ലിസ്റ്റ്, അതായത് ഷോർട്ട് ലിസ്റ്റ് വന്ന ശേഷം നമുക്ക് വെരിഫിക്കേഷൻ പ്രോസസ്സ് ഉണ്ട്. ആ വെരിഫിക്കേഷൻ ചിലപ്പോൾ ഒരു ഒക്ടോബറിലൊക്കെ നടന്നു കഴിഞ്ഞാൽ അടുത്ത നവംബർ ഡിസംബറിൽ എന്തുണ്ടാവും? ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരും. അതായത് 2024 അവസാനം ഈ LDCയുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരും, ഒരു സംശയം വേണ്ട. അങ്ങനെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ കുറേ പേര് അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കണം. 2025 നിലവിലുള്ള LDCയുടെ ആ ഒരു കാലാവധി തീരുകയാണ്. 2025 നിങ്ങൾക്ക് നിയമനം കിട്ടും. അതായത് ഇനി ഒട്ടും സമയമില്ല, ഉള്ള സമയത്ത് നന്നായിട്ട് പഠിക്കണം. LDC എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഒഴിവുള്ള ഒരു പരീക്ഷയാണ്. ഒരു ജില്ലയിൽ തന്നെ ഏറ്റവും കുറവ് 1000 വേക്കൻസി ഉണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം പോലുള്ള ജില്ലയിലേക്കാണ് 1500 വരെ വരാം. എറണാകുളത്തും കോഴിക്കോടൊക്കെ അങ്ങനെ വരാം. അങ്ങനെ 14 ജില്ലകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 1000 വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ 14000. പക്ഷേ ചില ജില്ലകളിൽ ഞാൻ പറഞ്ഞ കൂടുതലുണ്ടെന്ന്. അതായത് കേരളത്തിലൊട്ടാകെ 15000-ഓളം ഒഴിവുകളാണ് വരാൻ പോകുന്നത്. സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിലും മികച്ച അവസരം ഇനിയില്ല. ഇനി ഇത് വരണമെന്നുണ്ടെങ്കിൽ 4-5 വർഷം കഴിയും. അപ്പോൾ എന്താണ്, സിലബസ് മാറുമോ, പാറ്റേൺ മാറുമെന്നും നമുക്കറിയില്ല. അപ്പോൾ ഇതൊരു സുവർണ്ണ അവസരം എന്ന് വിചാരിച്ച് എഴുതിയെടുക്കണം, ഒരു സംശയം വേണ്ട. ഇനി ഇതിൻ്റെ മെച്ചങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു സർക്കാർ ജോലി നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു സർക്കാർ ജോലി ചെയ്യാനുള്ള ഒരു സൗകര്യം നിങ്ങൾക്ക് ലഭിക്കുകയാണ്. 2, അതിൻ്റെ ഒരു പ്രധാന പ്രത്യേകത, നല്ലൊരു ശമ്പളമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. വലിയ അധ്വാനം ഇല്ലാതെ 25,000 രൂപയിലധികം ശമ്പളം നിങ്ങൾക്ക് കിട്ടുന്നു. ഈ ശമ്പളം ഇപ്പോഴാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതിന് ശേഷമോ ഒരു 8ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ ഒരു 10,000 രൂപയെങ്കിലും അധികം നിങ്ങൾക്ക് കിട്ടും. മറ്റ് ആനുകൂല്യങ്ങൾ ഇതിൽ കിട്ടുന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കണം. ഇനി നിങ്ങൾ ക്ലർക്കായിട്ട് തന്നെ ജീവിതകാലം മുഴുവൻ ഇരിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഇതിൽ പ്രൊമോഷൻ സാധ്യതകളുണ്ട്. ക്ലർക്ക്, LD ക്ലർക്ക് 8 വർഷം കൊണ്ട് UD ക്ലർക്കാവും. UD ക്ലർക്ക് 8 വർഷം കൊണ്ട് പഞ്ചായത്ത് സെക്രട്ടറി ആവും. പഞ്ചായത്ത് സെക്രട്ടറി അതിൻ്റെ മുകളിൽ BDO വരെ ആവും. BDO തഹസിൽദാർ വരെ ആവും. നിങ്ങൾ നല്ല പ്രായത്തിൽ LDC കയറിയിട്ടുണ്ടെങ്കിൽ ഒരു 30 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഡെപ്യൂട്ടി കളക്ടർ പോസ്റ്റിലേക്ക് എങ്കിലും എത്തി റിട്ടയർ ചെയ്യാം, ഒരു സംശയം വേണ്ട. ഇനി ഇത് നിങ്ങൾക്ക് പ്രൊമോഷൻ്റെ കാര്യം പറഞ്ഞാൽ, ഇനി പ്രൊമോഷൻ അല്ല, നിങ്ങൾക്ക് നേരത്തെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് എഴുതിയെടുക്കണം, അങ്ങനെ ഒന്നും വേണ്ട. ഇത്രയേ ഉള്ളൂ. അതിന് KS എഴുതാം. KSൽ Stream 2 ആയി നിങ്ങൾ മാറും. അപ്പോൾ Stream 2 ആയി മാറിക്കഴിഞ്ഞാൽ കട്ട് ഓഫും നിങ്ങൾക്ക് പ്രത്യേക സംവരണമുണ്ട്, എഴുതിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ടും വേണ്ട. സോറി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ ഇത് എഴുതിയെടുക്കാവുന്നേ ഉള്ളൂ, ഒരു ബുദ്ധിമുട്ടും വിചാരിക്കരുത്. ഇനി ഇതെങ്ങനെ പഠിക്കാം, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ആ കാര്യങ്ങൾ ഞാൻ ഈ ഒരു നമ്മുടെ ഒരു പുതിയ പ്രോഗ്രാം ഉണ്ട് PSCtalksൻ്റെ, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് എഴുതിയെടുക്കാവുന്നേ ഉള്ളൂ. PSCtalks നടപ്പാക്കുന്ന ഒരു പുതിയ പ്രോഗ്രാം നിങ്ങൾ കുറേ പേര് കണ്ടിട്ടുണ്ടാവും. നിലവിൽ നമുക്ക് 1000-ലധികം വിദ്യാർത്ഥികൾ ഇതിൽ പഠിക്കുന്നുണ്ട്. കമ്മ്യൂണിറ്റി ലേണിംഗ് പ്രോഗ്രാം, ഷോർട്ട് ഫോം ആയിട്ട് എഴുതിയേക്ക് CLP, കമ്മ്യൂണിറ്റി ലേണിംഗ് പ്രോഗ്രാം മാസ്റ്റർ പ്ലാൻ. അതായത് 90 ദിവസം കൊണ്ട് LDC സിലബസിന് വേണ്ടിയ മുഴുവൻ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, 90 ദിവസം കൊണ്ട് എല്ലാ സിലബസും മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് ലൈവാണ്. എത്ര മണിക്ക്?
കുറച്ച് പേർക്കെങ്കിലും അറിയാം, രാവിലെ 4:30 മുതൽ 6 മണി വരെ ലൈവായിട്ടാണ് ഇത് വരിക. 1.5 മണിക്കൂർ രാവിലെ ലൈവായിട്ടുണ്ടാവും, സൂമിൽ ലൈവായിട്ട്. പിന്നെ അതിൻ്റെ റെക്കോർഡിംഗ് നിങ്ങൾക്ക് ലഭ്യമാവും, അതിൻ്റെ നോട്ട്സ് ലഭ്യമാവും എന്ന് മാത്രമല്ല എല്ലാ ഞായറാഴ്ചകളും ഇത് അടിസ്ഥാനപ്പെടുത്തിയുള്ള ചോദ്യക്കളികളുടെ ടെസ്റ്റ് സീരീസ് നമ്മുടെ മൊബൈൽ ആപ്പിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മെൻറ്റർഷിപ്പും മറ്റു കാര്യങ്ങളും ഇതിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അതായത് ഹൈപ്പർ ലൂപ്പ് ബാച്ചാണ്. നമ്മളത് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്, പുതിയ ബാച്ച് ഉടനെ തന്നെ ആരംഭിക്കും. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇതിൽ നിങ്ങൾ നോക്കി അറിയാം, വ്യക്തമായിട്ട് സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ സിലബസ് അനുസരിച്ചുള്ള കുറേയധികം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അതിൽ ചരിത്രമുണ്ട്, ഭൂമിശാസ്ത്രമുണ്ട്, അതുപോലെ മലയാളം, അങ്ങനെ പറഞ്ഞ കുറേ കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് പോകുന്ന ഒരു കോഴ്സാണിത്. നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ട് മാത്രമാണ് ഇതിന് വരുന്നത്. 90 ദിവസം കൊണ്ട് ഇത്ര വ്യക്തമായിട്ട് കേരളത്തിൽ അതിരാവിലെ നടത്തുന്ന മറ്റൊരു പ്രോഗ്രാമില്ല. ഓക്കെ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾ നമ്മുടെ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. 1-2 ദിവസം ഈ ക്ലാസ് കണ്ടു നോക്കുക. അപ്പോൾ ചിലർ ചോദിക്കും, എന്തുകൊണ്ട് ഇത് രാവിലെ നടത്തുന്നു, രാവിലെ 4:30 മുതൽ 6 മണി വരെ നടത്തുന്നു സാർ, ഇതൊരു പകൽ സമയത്തോ രാത്രിയിലോ നടത്തിയാൽ പറയുന്നത്. പക്ഷേ രാവിലെ നടത്താനുള്ള പ്രധാന കാരണം, ഒന്ന് രാവിലെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഒരു സുബോധം ഉണ്ടാകുക, അല്ലെങ്കിൽ ഏറ്റവും നല്ല ഒരു ഉണർന്നിരിക്കുന്ന സമയം, അല്ലെങ്കിൽ ഉന്മേഷം ഉണ്ടാകുന്ന സമയം. ആ സമയത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ തലയിലുണ്ടാവും, ഉറപ്പുള്ള കാര്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് രാവിലെ ഇത്രയും ഒരു 1.5 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ ആ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ, ചിലപ്പോൾ പ്രൈവറ്റ് ജോലി ചെയ്യുന്നവരാകാം, അല്ലെങ്കിൽ വീട്ടമ്മമാരായിരിക്കാം. അപ്പം നിങ്ങൾക്ക് രാവിലെ പകൽ സമയത്തൊന്നും ഇതുപോലെ സമയം കളയാണ്ടാവില്ല. അങ്ങനെയെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു പ്രോജക്റ്റാണിത്. നിങ്ങൾക്കിത് പങ്കെടുക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഏതായാലും നമ്മുടെ ഒരു സിലബസാണ്, അതുപോലെ നമ്മുടെ സിലബസ് അനുസരിച്ച് നമ്മുടെ ടൈം ടേബിളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. വ്യക്തമായിട്ടുള്ള ഒരു ടൈം ടേബിൾ അനുസരിച്ച് പോകുന്ന പ്രോഗ്രാമാണ്. ഇതാ ഡിസംബറിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഡിസംബർ പോകുന്ന ഓരോ പ്രോഗ്രാമുകളും വ്യക്തമായിട്ട് അടുത്ത 2024 ജനുവരിയിൽ നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് വളരെ സ്ട്രക്ചേർഡ് ആണ്. നമുക്ക് ഒരു സംശയമില്ല നാളെ എന്തെടുക്കണം, നാളെ എന്ന് മാത്രമല്ല അടുത്തിപ്പോൾ അതായത് ജനുവരി 14 എന്താണ് ഭൂമിശാസ്ത്രം. ഭൂമിശാസ്ത്രം ഏത്? ഗതാഗത സംവിധാനങ്ങൾ. കറക്റ്റാണ്. ഓക്കെ, അപ്പം നിങ്ങളിവിടെ നോക്കുക. അതുപോലെ തന്നെ ജനുവരി 24 രസതന്ത്രം എന്താണ് നോക്കേണ്ടത്? ഭൗതിക മാറ്റങ്ങൾ, അതവിടെ എടുത്തിട്ടുണ്ടാവും. അങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇതിൽ നിങ്ങൾക്ക് എവിടെ എൻ്റർ വെച്ചാൽ എവിടെ വേണം എൻ്റർ ചെയ്യാം. 90 ദിവസത്തിൽ ഈ 90 ദിവസത്തെ ക്ലാസ്സുകൾ അങ്ങനെ തന്നെ പോകും. നിങ്ങൾക്ക് എവിടെ എൻ്റർ ചെയ്താലും ബാക്കിയുള്ള നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ക്ലാസ് 91 ദിവസം ഇതിൻ്റെ 1 ദിവസം ക്ലാസ് വരും. അതായത് ലൂപ്പായിട്ടാണ് അത് പോവുക. നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണേൽ ഈ ക്ലാസ്സുകൾ റിപ്പീറ്റഡ് ആയിട്ട് കാണാം. വളരെ സ്ട്രക്ചേർഡ് സിലബസ് തീർക്കുന്ന ഒരു ക്ലാസ്സാണ്, ലൈവാണ്, അതിൻ്റെ റെക്കോർഡിംഗ് കിട്ടും. ഇത്രയും മെച്ചപ്പെട്ട ക്ലാസ്സുകൾ, കാരണം ഈ ഒരു രീതിയിലാണ് നമ്മളതൊരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും PSCtalksന്റെ കസ്റ്റമർ കെയറിലോ അല്ലെങ്കിൽ സ്റ്റാഫിനെ വിളിക്കാം. ഈ ഒരു കമ്മ്യൂണിറ്റി ലേണിംഗ് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാണ്. മറ്റൊന്ന്, PSCtalksന്റെ മൊബൈൽ ആപ്ലിക്കേഷനിൽ LDCക്ക് വേണ്ടി പ്രത്യേക ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. LDC LGS ഇതിനൊരു പ്രത്യേക ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. അതിൽ റെക്കോർഡിംഗ് ആണ് നമ്മൾ കൂടുതൽ ഉണ്ടാകുക. ആഴ്ചയിൽ 3 ദിവസം ലൈവായിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതായത് അതിന് വളരെ കുറഞ്ഞൊരു ഫീസുള്ളൂ. ഒരു ദിവസം 5 രൂപ പോലും ചിലവില്ല. അത് ഞാൻ പറയുമ്പോൾ അത് എടുത്തു പറയണം. കാരണം നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ അത്രയും മികച്ച ക്ലാസ്സുകളാണെങ്കിൽ പോലും ഡെയിലി ഒരു ചെറിയ എമൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈവ് ക്ലാസ്, രാവിലെയുള്ള ലൈവ് ക്ലാസ്സുകൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. അതെന്തായാലും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഒരു സുവർണ അവസരം, LDC എന്ന സുവർണ അവസരം നിങ്ങൾ നേടിയെടുക്കണം. തീർച്ചയായിട്ടും അടുത്ത വർഷം ഈ സമയമാകുമ്പോഴത്തേക്കും നിങ്ങളെല്ലാം ഒരു സർക്കാർ ഓഫീസിലോ അല്ലെങ്കിൽ സർക്കാർ ഓഫീസിലേക്ക് എത്താൻ ലിസ്റ്റിലോ ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവിധ പിന്തുണയും PSCtalksന്റെ ടീമിന്റെ മുഴുവൻ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു.